ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തു മറിയം 37 മുതൽ 40 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഫഖ്തലഫ ഇതിൽ ഖാഇന് മാത്രമാണ് തഫ്ഖീം കൊടുക്കേണ്ടത്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടത്. കാരണം അത് ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. ഖാഇൻ്റെ ഉച്ചാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്നുള്ള കൂടുതൽ ഒരു വിറപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം ഖാഇൻ്റെ ഉച്ചാരണത്തിൽ വരരുത് എന്നത് സൂക്ഷിക്കേണ്ടതാണ്. ഫഖ്തലഫ ഫ, അതുപോലെ ശേഷം ഖാഇന് ശേഷമുള്ള ത, ലാം, ഫ, ഇവയെല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർക്കീഖാണ്. അവയ്ക്ക് വേണ്ടത്, അവയ്ക്ക് തഫ്ഖീം കൊടുക്കാവതല്ല. അപ്പോൾ ഫഖ്തലഫ അൽ അഹ്സാബു ഫഖ്തലഫ അൽ അഹ്സാബു. ഹാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഹാഇൻ്റെ മഖ്റജ്. അതേപോലെ സായ് അല്ലെങ്കിൽ സാ, രണ്ടുപേരും പറയാം. സാ അല്ലെങ്കിൽ സായ് എന്നീ രണ്ട് പേരും ആ അക്ഷരത്തിന് നൽകപ്പെടുന്നു. ആ അക്ഷരവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനി, ഇവിടെ സാക്കിനത്തായ നൂൻ ബാ ശേഷം വന്ന കാരണത്താൽ നൂനിനെ ഇഖ്ലാബ് ചെയ്യണമെന്നതാണ്. മീമാക്കി മാറ്റി മണിക്കുക. ഫലത്തിൽ സാക്കിനത്തായ മീം ബായിന് മുമ്പിൽ വരുമ്പോൾ ഉള്ളതായ ഇഖ്ഫ ഷഫവി എന്ന നിയമം ഇതിന് നൽകപ്പെടുന്നു. അന്തിമ ഫലത്തിൽ അങ്ങനെയാണ് വരിക. മൂന്നവസ്ഥ: ഒന്ന്, മീമിനെ മീമാക്കി മാറ്റുക; രണ്ട്, മണിക്കുക; മൂന്നാമത്തേത് സാക്കിനത്തായ മീമിൻ്റെ ഹുക്മ് അതിന് കൊടുക്കുക എന്നതാണ്. ആ ഹുക്മാണ് സൂചിപ്പിച്ച ഇഖ്ഫ ഷഫവി എന്നത്. അപ്പോൾ ഇഖ്ലാബ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന കഫറൂ. ഫവൈലുൻ, വാവ് ചുണ്ടുകളിൽ നിന്ന് വരണം. രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കിക്കൊണ്ട് വാവ് ഉച്ചരിക്കുക. ഫവൈലുൻ എന്നതിലെ തൻവീൻ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി അവ്യക്തമാക്കി, അതായത് ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ശേഷമുള്ള ലാമിലേക്ക് തൻവീനിനെ പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഫവൈലുൽ ലില്ലദീന കഫറൂ. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, റാഇന് തഫ്ഖീമാണ്. കഫറൂ, റൂ എന്ന് തടിപ്പിച്ച റാ ഉച്ചരിക്കുക. കഫറൂ മിൻ മഷ്ഹദി. മിൻ എന്ന സാക്കിനത്തായ നൂനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ മഷ്ഹദി യൗമിൻ അദീം. യൗമിൻ അദീം, തൻവീൻ ശേഷം ആയിന്. ഇവിടെ ഇൽഹാർ ഹൽഖി എന്ന നിയമം നൽകേണ്ടതാണ്. അഥവാ തൻവീനിനെ വെളിവാക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. യൗമിൻ അദീം. ളാഇന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, അതിന് കസ്റായതുകൊണ്ട് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ ഒന്നാണ് ളാ. എന്നാൽ തഫ്ഖീം ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരിക്കും, അതിന് കസ്റ് വരുമ്പോൾ. അദീം. അസ്മിഅ് ബിഹിം വഅബ്സിർ. അസ്മിഅ് ബിഹിം വഅബ്സിർ. ഐനിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തവസ്സുത്ത് എന്ന സിഫത്തുള്ള ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അസ്മിഅ് ബിഹിം വഅബ്സിർ. ബിഹിം വ സാക്കിൻ താമീം ശേഷം വാവ്. ഇവിടെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം.
വാവാണ് ശേഷമുള്ളത് എന്നതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുള്ള സന്ദർഭമാണ്. മീമിന് ശേഷം ഫോ വാവോ വരുമ്പോൾ ഇവിടെ വാവ് വന്നിരിക്കുന്നു. അസ്മിഅ ബിഹിം വഅബ്സിർ യൗമ യഅ്തൂനന. ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഷിദ്ദ എന്ന സിഫത്തുള്ള അക്ഷരമാണ് ഹംസ. കടുപ്പത്തോടെ ഉച്ചരിക്കണം. യഅ്തൂനന എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഹംസയുടെ ഉച്ചാരണമായില്ല. യഅ്തൂനന. ലാകിനിദ്ദാലിമൂന ളാഉം അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും രണ്ടിനും തഫ്ഖീം കൊടുക്കണം. പൂർണ്ണമായ തഫ്ഖീം തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വാ അതിൻ്റെ മഖ്റജിൽ നിന്ന് വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കുക. ലാകിനിദ്ദാലിമൂന اليوم في ضلال مبين. في ضلال ضادൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തിതാല എന്ന ഒരു പ്രത്യേകമായ സിഫത്ത് അതിന് മാത്രമുള്ളതാണ്. മഖ്റജാകട്ടെ നാവിൻ്റെ അരുനീളത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്തുകൊണ്ടാണ്. നാവിൻ്റെ ഒരു സൈഡ് മേലെ അണപ്പല്ലിൽ ചേർത്ത് വെച്ചാണ് ദ്വാദ് ഉച്ചരിക്കുക. ഫീ ضلالin മുബീൻ. തൻവീനും ശേഷം മീമും ഇദ്ഗാം ബിഗുന്ന കാമിൽ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫീ ضلالin മുബീൻ. وأنذرهم يوم الحسرة. وأنذر ഇവിടെ സാക്കിൻത നൂനും ശേഷം ദാലുമുണ്ട്. ഇഖ്ഫ ഹഖീഖി എന്ന നിയമം അനുസരിച്ച് നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഅൻദിർഹും റായിന് തർക്കീഖ് കൊടുക്കണം. ശേഷം റായിന് സുക്കൂനും തൊട്ട് മുമ്പിൽ കസ്റുമുള്ളതുകൊണ്ട് വഅൻദിർഹും എന്ന് നേരിയ റാ ഉച്ചരിക്കുക. വഅൻദിർഹും യൗമൽ ഹസ്ര അന്ത്യത്തിൽ വന്ന സാക്കിന തമീം ഹും എന്നതിലുള്ള സാക്കിന തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. وأنذرهم يوم الحسرة حس വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഹസ്റാത്തി റായിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച റാ ഉച്ചരിക്കുക. യൗമൽ ഹസ്റതി ഇദ് ഖുദിയൽ അംർ. ഇദ് ഖുദിയ ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് ഖാഫ് ഉച്ചരിക്കുക. ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം അതിന് കസ്റുള്ളതുകൊണ്ട് ഇദ് ഖുദിയൽ അംറു. അൽ അംറു ഈ പദത്തിൽ സാക്കിന തമീമിനെ മണിക്കാതെ ഉച്ചരിക്കുക. ഇൽഹാർ ഷഫവി. ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ല. വഹും ഫീ സാക്കിന തമീമും ശേഷം ഫാവുമാണ്. ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്ത് വെളിവാക്കി മീമിനെ ഉച്ചരിക്കണം. ശേഷം ഫാ ഷഫവിയായ ഹർഫ് വന്ന കാരണത്താൽ ഫീ ഗഫ്ല ഗൈനിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. ഗഫ്ലത്തിൻ വഹും ഇവിടെ തൻവീൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫീ ഗഫ്ലത്തിൻ ഗൈനിന് പൂർണ്ണമായ തഫ്ഖീം നാം സൂചിപ്പിച്ചു. ഫീ ഗഫ്ലത്തിൻ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. വഹും ലാ സാക്കിൻ തമീം ശേഷം ലാമ് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ മീമിനെ ഉച്ചരിക്കുക. ലാ യുഅ്മിനൂൻ. യൂമിനൂൻ എന്നായി പോരുത്. ഹംസയെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ലാ യുഅ്മിനൂൻ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ് ഹംസ. ഇന്നാ നഹ്നു ഷദ്ദുള്ള നൂനിനെ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം. ഇന്ന നഹ്നു നരിസുൽ അർദ. നരിസുൽ അർദ. നരിസു എന്ന് പറയുമ്പോൾ റായിന് തർക്കീഖാണ്. നേർപ്പിച്ച് റായിനെ ഉച്ചരിക്കുന്നു.
الأرض റായിന് തഫ്ഖീമാണ്. റായിന് സുക്കൂന് മുമ്പിൽ ഫത്ഹമുണ്ട്. ശേഷം അൽ അർദ എന്ന പദത്തിൽ ദ്വാദ് ശേഷം വന്നത് അതിനും തഫ്ഖീം കൊടുക്കുക. അപ്പോൾ റായിനും ദ്വാദിനും തഫ്ഖീം. അൽ അർദ വമൻ അലൈഹ, വമൻ അലൈഹ സക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ശേഷം ഹൽഖിൻ്റെ ഹർഫായ ഐൻ വന്നിട്ടുണ്ട്. വമൻ അലൈഹ വഇലൈനാ യുർജഊൻ, വഇലൈനാ യുർജഊൻ. റായിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. യുർജഊൻ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. إنا نحن نرث الأرض ومن عليها وإلينا